വളരെ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. ഇപ്പോൾ 10 പേർക്ക് ചേർത്ത് ഒരു കാപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഒരു 10 പഴവും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. പറഞ്ഞതിനേക്കാളും ബജറ്റ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. ഇച്ചിരിയല്ല, കുറച്ച്. ഈ സിനിമയുടെ ഷൂട്ട് എവിടെ ഉണ്ടോ അവിടെയൊക്കെ മഴയായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. എന്തൊരു ഗതിയില്ലാത്തവന്മാരാടാന്നുള്ള രീതിയിലായിരുന്നു. എവിടെ പോയാലും മഴ, മൾട്ടിക്കാവുന്നതൊക്കെ. അതൊക്കെ ഇപ്പം എല്ലാ പടത്തിലും ഉണ്ട്. എന്നാലും പറഞ്ഞേക്കാം. അല്ല, എനിക്കും ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പരിചയമേ ഉള്ളൂ. ഞാനല്ല സ്പോട്ടിലുണ്ടായിരുന്നു. നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. നാളെ ഇവരും പ്രൊഡ്യൂസ് ചെയ്യും, എന്നെ അഭിനയിക്കാൻ വിളിക്കും. ഇപ്പൊ ഞാൻ കുറപ്പിച്ച അപ്പൊ ഞാൻ കുറയ്ക്കേണ്ടി വരും എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ്. ഞാൻ ആലോചിച്ചോണ്ടിരുന്നത് 25 ദിവസം എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തിട്ട് 75 ദിവസം ഷൂട്ട് ചെയ്തു. ശമ്പളം കൂടുതലൊന്നും തന്നില്ല, 25 ദിവസത്തെ ശമ്പളേ തന്നു. ഞാൻ ആലോചിച്ചോണ്ടിരുന്നത് നമ്മള് 40 ദിവസം എന്ന് വിചാരിച്ചിട്ട് 70 ദിവസം ഷൂട്ട് ചെയ്തു, എന്നിട്ട് ആരും ഇങ്ങോട്ടൊന്നും തന്നില്ല. സിനിമ തുടങ്ങി ഇതിന്റെ ആദ്യത്തെ ഒരു കഥ കേട്ടപ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് ചിരിക്കാവുന്ന കുറെ തമാശകളും, അതായത് ഇതിന്റെ ലോജിക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ലോജിക്ക് നോക്കുന്നത് ഭയങ്കര ഇല്ലോജിക്കലാണ് ഈ സിനിമയ്ക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് പ്ലാൻ ചെയ്തത് തന്നെ. കാര്യം കഥാപാത്രങ്ങൾ മണ്ടന്മാരാണ്, അത് കാരണം കൊണ്ട് അതിന്റെ ലോജിക്ക് നോക്കിയാൽ നോക്കുന്നവരാണ് മണ്ടന്മാരാകുക. അപ്പൊ അങ്ങനെ ഒരു സിനിമ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തത്. അവരുടെ സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻസിൽ നിന്നുണ്ടാവുന്ന ചെറിയ ചെറിയ തമാശകളും. ഇപ്പൊ നമ്മള് തിയേറ്ററിൽ ഇരുന്ന്, ഇപ്പൊ ഞാനും ഒരു ഷോ കണ്ടു, അത് കഴിഞ്ഞ് പല ഷോസിനും ഇവര് തിയേറ്ററിൽ പോയിട്ട് ഓഡിയൻസ് റിയാക്ഷനൊക്കെ നേരിട്ട് കണ്ട് വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിറഞ്ഞ ചിരിയോടെ നിറഞ്ഞ സദസ്സുകളിൽ മരണമാസ് പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇനി ബാക്കി അടുത്ത ആളുകളിലേക്ക് ഞാൻ എൻ്റെ ഈ മൈക്ക് കൈമാറുകയാണ്. അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഇന്റർവ്യൂസിൽ പറഞ്ഞ പോലെ എന്നെ പറ്റി അപവാദങ്ങൾ തന്നെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മൈക്ക് ഞാനൊന്നും കൂടെ മേടിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. ഇപ്പോൾ 10 പേർക്ക് ചേർത്ത് ഒരു കാപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഒരു 10 പഴവും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് 10 പേർക്കും ചേർന്നല്ല, ഈ കാപ്പി എനിക്ക് വേണ്ടി മാത്രം. ഈ കാപ്പി ഇവൻ ചോദിച്ച് മേടിച്ചതാണ്, നായകൻ എന്നുള്ള പ്രിവിലേജ് വെച്ചിട്ട്. അപ്പോൾ അവൻ അത് ഷെയർ ചെയ്യാത്തിടത്തോളം കാലം ഇവന് പരാതി പറയാൻ ആവശ്യമില്ല. ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ്. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും, ഒരുപാട് നന്ദി. എല്ലാവരും സിനിമ കണ്ടു, കാണാത്തവരുണ്ടെങ്കിൽ പോയി പറയുക. അതുപോലെ തന്നെ ഒരു ടീം എഫേർട്ടാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ശിവനാണെങ്കിലും മിന്നൽ മുരളിയിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു, ടോബി അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ശിവൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിരുന്ന സമയത്തും പരിചയം ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ താടി, മഞ്ഞാന എന്നൊക്കെ പറയുന്ന ശിവൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ഷോർട്ട് ഫിലിംസ് ആയിരുന്നു ആ സമയത്ത്. അതുപോലെ രാജേഷും മിന്നൽ മുരളിയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജേഷിനെ ആക്ച്വലി മിന്നൽ മുരളിയിൽ കാസ്റ്റ് ചെയ്തത് ശിവനാണ്. ശിവൻ മിന്നൽ മുരളിയിൽ ഒരു അൺഒഫീഷ്യൽ കാസ്റ്റിംഗ് ഡയറക്ടറോടെ ആയിരുന്നു. അപ്പോൾ ശിവൻ്റെ സജഷനിലുള്ള ഒരുപാട് കാസ്റ്റിംഗ് മിന്നൽ മുരളിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് മുതലേ ശിവന് ആ ഒരു സെൻസിബിലിറ്റി, അതിൻ്റെ ഡിസ്കഷൻ്റെ സമയത്തും പ്രീ പ്രൊഡക്ഷൻ സമയത്തൊക്കെ ശിവന് കൃത്യമായിട്ടുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനെക്കുറിച്ചും. അപ്പോൾ ശിവൻ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അതിലും നമ്മളെല്ലാവരും ഒരുമിക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് സിജു ആണ്. സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ റൈറ്റിങ്ങിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണുന്ന റിവ്യൂസിലൊക്കെ വരുന്ന പോലെ പോപ്പ് കൾച്ചറും ട്രോളും മീമുകളും സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ക്രൗഡിനൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് റെഫറൻസുകളും സ്പൂഫും പാരഡിയൊക്കെ ഉള്ള ഒരു എഴുത്താണ് സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. ബാക്കി പിന്നെ ഇതിലെല്ലാവരും അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും പിന്നെ ആ രീതിയിൽ തന്നെ ഒരു ഫാമിലി പോലെ തന്നെ ഇതിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നു. സുരേഷ് ഏട്ടൻ ഒക്കെ ആണെങ്കിലും ആദ്യം മുതലേ ഈ സിനിമയുടെ ഇപ്പോൾ ആ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല, അവിടെ തന്നെ അങ്ങനെ സിനിമ റിലീസായിട്ടും പോകുന്നില്ല. ഇത് സക്സസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ടേ പോകുന്നു എന്നുള്ള രീതിയിലാണ് സുരേഷ് ഏട്ടൻ ഇതിൻ്റെ കൂടെ വെക്കുന്നത്. അപ്പോൾ സുരേഷ് ഏട്ടനാണെങ്കിലും സാധാരണ ഇങ്ങനെ കോളേജ് വിസിറ്റ്സിനോ ഒരുപാട് ഇൻ്റർവ്യൂസിനോ ഒന്നും വന്നിരിക്കാറുള്ള ആളല്ല. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്
നമ്മുടെ കൂടെ ഈ പറയുന്ന തമാശയൊക്കെ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു സുരേഷ് ഏട്ടനും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഒരു പ്രസ് മീറ്റിന് തന്നെ വന്നിരുന്നിട്ട് അപ്പോൾ ആ രീതിയിൽ സുരേഷ് ഏട്ടനൊക്കെ ഞങ്ങളുടെ കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവർക്കും ആ സിനിമയോടൊക്കെ ഉള്ള ഒരു സ്നേഹവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളൊരു ബന്ധങ്ങളുടെയൊക്കെ ഒരു പുറത്താണ് ഇതെല്ലാവരും അങ്ങനെ ഒരുമിച്ച് നിന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ, ഞാൻ തമാശയായിട്ട് പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. പറഞ്ഞതിനേക്കാളും ബജറ്റ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. ഇച്ചിരിയല്ല, കുറച്ച്. മഴക്കാലം അപ്പോൾ കുറേ ദിവസം എല്ലാ ദിവസവും മഴയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ. പിന്നെ മഴ കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സെറ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് എവിടെ ഉണ്ടോ അവിടെയൊക്കെ മഴയായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. രാമേശ്വരത്ത് നല്ല ഏത് മാസത്തായിരുന്നു? ഒരു വെയിലത്ത് അല്ല, ഏത് മാസം? പുരിവെയിലത്ത് എങ്ങനെയാണോ മഴ പെയ്യുന്നത്? ഏത് മാസം? പുരിവെയിലത്ത് രാമേശ്വരം ഭാഗത്ത് മാത്രമായിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവിടെയും മഴ പെയ്തു. അപ്പോഴും ഞങ്ങൾ ശിവൻ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഇവിടെയും മഴ പെയ്യണം. അവിടെയും മഴ. അത് ഈ മരണമാസത്തെ സെറ്റിലായിരിക്കും. എന്തൊരു ഗതിയില്ലാത്തവന്മാരാണെന്നുള്ള രീതിയിലായിരുന്നു. എവിടെ പോയാലും മഴ. ഞങ്ങൾ അതും നൈറ്റായിരുന്നു, എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ടായിരുന്നു. ഫുൾ രാത്രി നടക്കുന്ന കഥയായതുകൊണ്ട് ഫുൾ നൈറ്റായിരുന്നു ഷൂട്ട്. രാത്രി മുതൽ രാവിലെ വരെ ഇരിക്കണം. ഈ രാത്രി ഉറക്കം വിളിച്ചിട്ട് 2 മണിക്ക് 3 മണിക്കൊക്കെ മഴയും നോക്കിയിരിക്കുക, ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അതിലധികം വെറുതെ പൈസ പോയിക്കൊണ്ടിരിക്കുക. ഈ ലൈറ്റും യൂണിറ്റും സെറ്റപ്പും ക്യാമറ ടീമും ക്രൂ എല്ലാവരും ഇവിടെ വന്നിട്ട് ജോലി എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു. ഷൂട്ടിംഗ് ഡേയ്സ് കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും സിനിമയെ യാതൊരു വിധ കോംപ്രമൈസും ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ നിന്ന് അവസാനം വരെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്വാളിറ്റി 2 ക്യാമറ ഉണ്ട്, മൾട്ടി ക്യാമറൊക്കെ അതൊക്കെ ഇപ്പം എല്ലാ പടത്തിലുണ്ട്. എന്നാലും പറഞ്ഞേക്കാം. ക്യാമറ ഏതായിരുന്നു? സൂപ്പർ 35, വലിയ വെരി എക്സ്പെൻസീവ് ക്യാമറ. അത് 2 എണ്ണം. കൂക്ക് ലെൻസ് മേടിച്ചു. ഒരു ലെൻസ് മേടിക്കേണ്ടവരെ വന്നു. സാധാരണ അതൊക്കെ വാടക എടുക്കാറ്. സ്വന്തമായിട്ടൊരു ലെൻസ് മേടിച്ച പ്രൊഡ്യൂസറാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് എഫേർട്ട് അല്ലേ? ഇല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്തോ അല്ല, എനിക്കും ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പരിചയമുള്ളൂ. ഞാനല്ല സ്പോട്ടിലുണ്ടായിരുന്നത്. നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഭയങ്കര നന്നായിട്ട് തന്നെ ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട് കട്ടയ്ക്ക്. ടോയി എന്നുള്ള അവന്റെ ബ്രദറും ഉണ്ടായിരുന്നു, ടിക്സ്റ്റൻ ചേട്ടനും ഗോകുലും. അവരൊക്കെയാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തത്. അവർ തന്നെയാണ് ഈ സിനിമയുടെ ത്രൂ ഔട്ട് ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എല്ലാ രീതിയിലും ഇതിന്റെ കൂടെ നിന്നത്. അവസാന നിമിഷമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളിലേക്കാണ് ഇത് തീർക്കേണ്ടി വന്നത്. എന്നാൽ പോലും എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്ന് ഒരുമിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി എല്ലാവരുടെ അഭിപ്രായങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഈ പെടുന്ന എഫേർട്ടും നമ്മൾ കാത്തിരുന്ന രാത്രികളും മഴ കണ്ടിരുന്ന രാത്രികളും ഇവരുടെ ഈ ടെൻഷൻ അനുഭവിച്ച ടെൻഷനും എല്ലാവരും ഈ അവസാന നിമിഷം ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഓടി നടന്ന് കഷ്ടപ്പെട്ടതിനൊക്കെ ഇപ്പോൾ ഒരു റിവാർഡ് കിട്ടുന്നു, പേ ഓഫ് കിട്ടുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അഗെയിൻ ആത്മാർത്ഥമായിട്ട് ഇതിനെ സമീപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയുള്ള റിവാർഡുകളാണത്. അപ്പോൾ അത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. ബാക്കി കൺവിൻസിങ് സ്റ്റാർ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമസ്കാരം. എനിക്കിങ്ങനെ ചോദ്യശരങ്ങൾ വേണം. അപ്പം ഞാൻ മയക്കുണ്ട്. ഞാൻ വെറുതെ ശരങ്ങൾ പോരട്ടെ. ഹൈദരാലി ഒളിഞ്ഞിരിക്കുന്നില്ല അവിടെ. സിനിമ കണ്ടവരാണോ നിങ്ങളൊക്കെ? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ പറയേണ്ടത്. നമ്മളിതിനെ കുറേ തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അരമണിക്കൂറോളം സിനിമയുടെ അവസാന ഭാഗം ഞങ്ങൾ തിയേറ്ററിൽ ഓഡിയൻസ് അറിയാതെ മാറി ഇരുന്ന് ഇങ്ങനെ കണ്ടു. അപ്പോൾ നേരിട്ട് അവരുടെ ചിരിയും കയ്യടികളൊക്കെ നമ്മൾ നേരിട്ട് നല്ല കണ്ടതാണ്. പ്രായഭേദമന്യേ നല്ല മുതിർന്ന അമ്മച്ചിമാരും അപ്പന്മാരൊക്കെ ഇന്നലെ തിയേറ്ററിലുണ്ടായിരുന്നു. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. കുട്ടികളുണ്ടായിരുന്നു തിയേറ്ററിനകത്ത്. അപ്പോൾ ആ കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ക്രൗഡ് ഇന്നലെ തിയേറ്ററിലുണ്ടായിരുന്നു. അവരുടെ റെസ്പോൺസ് നേരിട്ട് കണ്ട് അനുഭവിച്ച സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട്. അത്രേ പറയാനുള്ളൂ. എന്താ അവർ പറഞ്ഞ വെച്ചാൽ ഇത് ലോജിക്ക് നോക്കിയിട്ട് ചെയ്യേണ്ട, ഇപ്പം ഇങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥയുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ സിനിമ ഈ 2.25 മണിക്കൂർ 2:17 മിനിറ്റ് വളരെയധികം ആസ്വദിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തു. നേരിട്ട് കേട്ടറിഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും.
സംവിധായകർ എന്തൊക്കെയോ കുറേ പറയാനുണ്ട്. എനിക്ക് ചോദ്യശരങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ ബേസിലിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ലാസ്റ്റ് മിന്നൽ മുരളിയിലായിരുന്നു അസോസിയേറ്റ് ചെയ്തിരുന്നത്. അതിന് മുമ്പ് പരസ്യങ്ങളായിരുന്നു ചെയ്തത്. പരസ്യങ്ങളും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഒരു സിജുവായിട്ട് ഒരു പരസ്യത്തിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഒരു സിജു ഐഡിയ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഐഡിയ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മളതിനൊരു ഏകദേശം ഒരു 1 ലൈൻ ആക്കിയിട്ട് ഇത് പ്രൊഡക്ഷൻ ആരെ മീറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിട്ട് ഒരു ദിവസം രാത്രി ഉറക്കമൊന്നുമില്ലാതെ 4 മണിക്ക് ഞാനൊരു കാര്യമില്ലാതെ അതിൻ്റെ 1 ലൈൻ ടോയ്ക്ക് അയച്ചു കൊടുത്തു. അതെന്തിനാ അയച്ചതെന്ന് എനിക്കറിയില്ല. അന്ന് പുള്ളിക്ക് പ്രൊഡക്ഷൻ പ്ലാനുകളൊന്നുമില്ല. അപ്പം ഞാൻ ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടി അയച്ചു. പുള്ളി പറഞ്ഞു അമേരിക്കയിൽ യുഎസിൽ എവിടെയായിരുന്നു, അപ്പോൾ തിരിച്ചു വന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാവുന്നത്. അപ്പം അതിന് ശേഷം പിന്നെ എല്ലാവരും നമ്മുടെ കൂടെ വന്ന് അത് കഴിഞ്ഞിട്ടാണ് ഇതിന് ബേസിലിനോട് കഥ പറയുന്നത്, അഭിനയിക്കാൻ വേണ്ടി പറയുന്നത്. അതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആണ് പിന്നെ ഈ സിനിമയുടെ ഒരു പ്രീ പ്രൊഡക്ഷനും പിന്നീട് ഗൂഗിൾ, നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഗൂഗിളാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിരുന്നത്. ടിൻസൺ ചേട്ടനാണ് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നിരുന്നത്. ഫുൾ പ്രൊഡക്ഷൻ പുള്ളിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്നെക്കാളും കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള ടിൻസൺ ചേട്ടനായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആ സിനിമ ഇപ്പോൾ ഇവിടെ തിയേറ്ററിൽ ഇറങ്ങി, ഇന്നലെ ഇറങ്ങി. ഇന്ന് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, നല്ല ഹ്യൂമർ തിയേറ്ററുകളിൽ വർക്കാവുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അതിലും സന്തോഷമുണ്ട്. അപ്പോൾ ബാക്കി സംസാരിക്കാൻ വേദിയിലേക്ക് പ്രചണ്ഡ താരത്തിന് ക്ഷണിച്ചോളൂ. അപ്പം ഇത് ആദ്യമായിട്ട് തിരക്കഥ എഴുതിയൊരു പരിപാടിയാണ്. അപ്പം ഞാൻ ശിവചേട്ടനോട് ഈ പരിപാടി പറയുന്നു, ഇതൊക്കെ ഇത്രയൊക്കെ ആവുന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നൊന്നുമില്ല. അത് ചോദിച്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നോ ബേസിലായിട്ട് ഞാൻ എഴുതിയ സമയത്ത് ഞാൻ അതിനകത്തൊരു പ്രധാന റോൾ, വേറൊരാൾ മറ്റൊരു റോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന് എഴുതിയതാണ്. പക്ഷെ അതിപ്പോൾ ഇവിടം വരെ എത്തി. ഇപ്പം സുരേഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഇന്നലെ നമ്മൾ തിയേറ്റർ വിസിറ്റ് നടത്തിയപ്പോൾ നമുക്ക് അതിൻ്റെ പൾസ് കിട്ടി. കാരണം ഇറങ്ങി വരുന്നതൊക്കെ നല്ല പ്രായമുള്ളവരും കൊച്ചു പിള്ളേരും ഒക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഭയങ്കര കയ്യടിയും ഓരോരോ ഓരോരോ ഡയലോഗുകളൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പടം കണ്ടിട്ട്, ഇപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അവരിപ്പോൾ കല്യാണം കഴിച്ച അവർക്ക് പിള്ളേരൊക്കെ ആയി. അപ്പോൾ അവരോട് ഈ പിള്ളേരൊക്കെ തിയേറ്ററിൽ ഭയങ്കര ബഹളമാണ്. ഞങ്ങൾ പറയണമെന്ന് മിണ്ടായി ആൾക്ക്. കാരണം പിള്ളേർക്ക് ഇത് ഭയങ്കരമായിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു കാർട്ടൂണിക് സ്വഭാവം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ജോമോനെ കാണുമ്പോഴും പല ആൾക്കാരെ കാണുമ്പോഴും ഭയങ്കര ചിരി, ഇപ്പോൾ ബേസിലായിട്ടിൻ്റെ മുടി എല്ലാം കാണുമ്പോൾ ഭയങ്കര ചിരിയും. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇത് വർക്കാവുന്നു. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിറഞ്ഞ സദസ്സുകളിൽ തന്നെ ഓടട്ടെ എന്ന പ്രതീക്ഷയാണ്. അപ്പം എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം. അടുത്താക്ക് കൊടുക്കുന്ന മൈക്ക്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മരണമാസിൻ്റെ ഒരു പാർട്ടാകാൻ പറ്റിയതിലും സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിലൊക്കെ. ഇപ്പം ആൾക്കാർ തിയേറ്ററിൽ നല്ല റെസ്പോൺസൊക്കെ പറയുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പം അതിനേക്കാളും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണണം. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു സിനിമയാണ് നമ്മൾ. അപ്പം താങ്ക് യു. ശിവൻ്റെ വേഴ്സ് പണ്ടൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ശിവൻ എന്തെങ്കിലും ഒരു പടം ചെയ്യുമ്പോൾ ശിവൻ്റെ പടത്തിൽ ഉണ്ടാവണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മരണവാസിൻ്റെ പോസ്റ്റർ അനൗൺസ് ചെയ്ത സമയത്ത് സിജുവിനെ വിളിച്ച് ഞാൻ ചോദിച്ചു. ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല റോളൊന്നും. പിന്നെ ഈ പടത്തിന് ഭാഗമാവാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. പിന്നെ ഇഷ്ടമുള്ള കുറേ പേരുടെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എസ്പെഷ്യലി ജോമോനെ അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് ആസ് എൻ ആക്ടർ. അപ്പോൾ ജോമോൻ്റെ കൂടെ ഒരു പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഇത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ പരിചയമുള്ള എല്ലാവരോടും പറയുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ബഡ്ജറ്റിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നെ ശിവേട്ടൻ വിളിച്ചു, ലിസിച്ചോട് സംസാരിച്ചു എന്നുള്ളത് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലെ ടോവിനോ ചേട്ടൻ ബേസിൽ ചേട്ടനൊക്കെ ഒരു കോമ്പിനേഷൻ ഉള്ളൊരു സിനിമയുടെ ഒരു പാർട്ടായിട്ട് വളരെ കുഞ്ഞു റോളാണ് ഞാൻ ചെയ്തത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് പ്രൊമോഷനൊക്കെ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും വലിയൊരു ചേർത്ത് പിടിക്കൽ തന്നെയാണ്. അതായത് ഈ സിനിമയുടെ അണിയുടെ പ്രവർത്തകരോടും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സമൂഹത്തിൽ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആർക്കും ഫീൽ ചെയ്യാതെ
ആർക്കും അത് എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും, അല്ലെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു ക്രിയേറ്റ് ഉണ്ടാകുക. കാരണം ഇപ്പോഴത്തെ എല്ലാ ഇഷ്യൂസും പറഞ്ഞു പോകുന്ന രീതിയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് എന്റർടൈൻ ചെയ്ത് വളരെ ചിരിയോടുകൂടി കാണാനും പറ്റുന്നുണ്ട്. അത്തരം ഒരു രീതി കൈക്കൊള്ളാനുള്ള കാരണം എന്തായിരുന്നു? അല്ല, ഞാൻ ആ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പം ആ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ സ്ക്രിപ്റ്റിനകത്തും എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് കുറച്ച് കോമഡി, അതെൻ്റെ ഇഷ്ടമായിരുന്നു, കോമഡി ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് കോമഡിയിൽ കൂടെ തന്നെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനുള്ള മേജറായിട്ടുള്ള കാര്യം. അത് ബാക്കി ആൾക്കാർക്ക് നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ചില തെറ്റുകൾ എനിക്ക് തോന്നിയിട്ടുള്ളതിനെ കുറച്ച് കോമഡി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ തോന്നൽ ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ തോന്നൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണോ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നത്? എല്ലാ അനുഭവങ്ങളാണല്ലോ നമുക്കല്ലെങ്കിൽ, എൻ്റെ അനുഭവം അല്ലെങ്കിൽ മറ്റൊരാൾക്കുള്ള അനുഭവങ്ങളൊക്കെ തന്നെയാണല്ലോ നമ്മൾ എഴുതുന്നത്. ഈ സിനിമയ്ക്കകത്ത് മുഴുവൻ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അതെൻ്റെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റു വ്യക്തികൾക്ക് ഉണ്ടായിട്ടുള്ള പല കാരണങ്ങളായിരിക്കാം ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കോമഡി ഉള്ളതെന്നുള്ളത് അതിൻ്റെ ഒരു ഇതാണ്. അത് അല്ല അല്ലല്ല, അമ്പലക്കുളത്തിൽ ഹലാൽ ചിക്കൻ ഇട്ടത് അത് ഒരു സംഭവത്തിലങ്ങ് ചെയ്തതാണ്. അല്ലല്ല, അതങ്ങനെ എഴുതിയത് ഞാനല്ല, അല്ല അത് വെച്ചിരുന്നത്. അല്ലല്ല അല്ല, സിനിമയിലുള്ളത് കൃത്യമായിട്ട് പറയണല്ലേ, വലിയ അല്ല അതിനകത്ത് ഇല്ല, അത് കഴിയുമ്പോൾ തന്നെ പറഞ്ഞല്ലോ, ആഹാരത്തിനകത്ത് വരെ നമ്മൾ പറഞ്ഞത് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മളതിനെ വളരെ ഇതായിട്ട് പറഞ്ഞു പോകുന്നത്. പക്ഷെ അതെന്ത് നമ്മൾ ഈ കോമഡി ആയിട്ട് പറയാനെങ്കിലും അതൊരു ചങ്കൂറ്റം എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഇതൊക്കെ. ആ ചങ്കൂറ്റം നിങ്ങൾ നല്ല രീതിയിൽ കോമഡിയിലൂടെ വർക്ക് ചെയ്തപ്പോൾ സമൂഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഒരു വിമർശനം പോലും ഉണ്ടാകാതെ അത് ഏറ്റെടുത്തു. അതിനാണ് ഈ മരണമാസ ടീമിന് വലിയൊരു ബിഗ് സല്യൂട്ട് ഞാൻ ആദ്യം നൽകുകയാണ്. കാരണം ആ രീതിക്ക് ആ സിനിമ ഏറ്റെടുത്തുന്ന കാര്യം സംശയമില്ല. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സെൻസറിൽ കത്രിക വയ്ക്കുന്ന കാലഘട്ടമാകുമ്പോൾ നിങ്ങൾ ഈ സിനിമയായി വരുമ്പോൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ്. അവിടെ ഒരു കത്രികയും വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ ഒരു വിജയം. ഈ സിനിമ വിജയിക്കാനുള്ള കാരണം അത് തന്നെയാണെന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ബാക്കിയുള്ളവരെ എനിക്കറിയില്ല. കൃത്യമായിട്ട് തന്നെ പറഞ്ഞ സാറാണ്. ഒരു ചിരിപ്പടം വേണമെന്ന് ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ആളുകളൊന്ന് ചിരിപ്പിക്കണം. ഈ സബ്ജക്റ്റ് കേട്ടപ്പം കുറേ ചിരിച്ചിട്ടുണ്ടാവും. ചിരിപ്പടം ഒരു പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെ ഒന്ന് വേദനിപ്പിക്കാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് ആ തിയേറ്ററിൽ വരുന്നവരെ ചിരി കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആൾക്കാരെ ചിരിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് നോക്കി അങ്ങനെയൊന്നും ഉണ്ടായതല്ല. പറഞ്ഞതുപോലെ ശിവൻ ഞാൻ മിന്നൽ മുരളി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന തമാശകൾ മനസ്സിലാവുമ്പോൾ എളുപ്പമാണ്. നമുക്ക് എപ്പോഴും ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാളോട് ഒരു തമാശ പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾ രണ്ടാമതൊരു വട്ടം പറയുകയോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയോ വരാറില്ല. അതെന്നാൽ അങ്ങനെ ബുക്കിൽ എഴുതി വെച്ച് കാലാകാലം പറയാവുന്ന കോമഡികളൊന്നും അല്ലല്ലോ. നമ്മൾ ആ ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് തോന്നുന്ന ഫൺ തോന്നുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അത് മനസ്സിലാക്കുകയും അതേസമയം അതിൽ ഹേർട്ട് ആവാതിരിക്കുകയും മറ്റൊരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തമാശകൾ പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എനിക്ക് പേഴ്സണലി ഹ്യൂമർ സിനിമകൾ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാതരം സിനിമകളും ഇഷ്ടമാണ്. പക്ഷെ ആരാണ് ഹ്യൂമർ ഇഷ്ടപ്പെടാത്തത്? എല്ലാവർക്കും ഹ്യൂമർ ഇഷ്ടമായിരിക്കും. പിന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആൾക്കാരെ ചിരിപ്പിച്ചേക്കാം അല്ലെങ്കിൽ കരയിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഒരു സിനിമയും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ജോൺറയിൽ നമ്മളൊരു സിനിമ ചിന്തിക്കുന്ന സമയത്ത് അതിനോട് മാക്സിമം നീതി പുലർത്തണം എന്നുണ്ടായിരുന്നു. അതിന് പറ്റിയ ആൾക്കാർ തന്നെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പ്രൊഡക്ഷൻ്റെ ഫ്ലാറ്റിൽ എല്ലാവരും കൂടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾ മനസ്സിലാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഈ സിനിമയ്ക്ക് എന്താ പറയുക, അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ അവകാശവാദങ്ങളോ അങ്ങനെ ഒന്നും പറയാനില്ല. ചിരി വരുത്താം എന്നുള്ളത് മാത്രമേ നമ്മൾ മുമ്പും ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൽ സക്സീഡ് ആവുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ തിയേറ്ററുകളിൽ നിറഞ്ഞ ചിരി നമുക്ക് കൃത്യമായിട്ട് അറിയാം. മറ്റ് ഏതൊരു ഇമോഷനും ആണെങ്കിൽ നമുക്ക് പിന്നീട് ആൾക്കാർ അഭിപ്രായം പറയുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ചിരി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇൻസ്റ്റന്റ്ലി നമുക്ക് അതിന്റെ റിവാർഡ് കിട്ടുന്ന പോലെയാണ്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. തമാശയൊക്കെ ആയിട്ട് ഞങ്ങൾ പറയായിരുന്നു സീരിയൽ കില്ലേഴ്സിന്റെ ഈ സിനിമയിൽ കുറെ കളിയാക്കുന്നുണ്ട്. നാളെ സീരിയൽ കില്ലർമാരെല്ലാം കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്ത് വരുമോ
എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ തമാശയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഒരു തമാശയിലൊന്നും ഒഫൻഡഡ് ആവേണ്ട കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മളെല്ലാത്തിലും ഭയങ്കര സെൻസിറ്റീവായി കഴിഞ്ഞാൽ തമാശകൾ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അത്രയും സെൻസിറ്റീവ് ആവാതെ ഇതങ്ങനെ ആരെയും വിഷമിപ്പിക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടി അല്ലാതെ അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഇല്ലാതെ പറയുന്ന തമാശകളെ അങ്ങനത്തെ ഒരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അതിനോട് ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂരതയാണ്. നമ്മൾ തമാശകൾ പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, അത് അങ്ങനത്തെ ആക്ഷേപഹാസ്യത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും ആൾക്കാരെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റുന്നതാണ്. അത് ഞങ്ങളുടെ ഒരു തരത്തിലുള്ള ഞങ്ങളുടെ ഈ സൊസൈറ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ആരെയും ഹേർട്ട് ചെയ്യാതെ ചിരിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം എന്നുള്ളതാണ്. അതിന് നമുക്ക് ഇങ്ങനെ ഒരു ബാക്ക്ലാഷസ് ഉണ്ടാവുമെന്നും നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുമില്ല, അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരോടും അങ്ങനെ നിർബന്ധിച്ച് ശമ്പളം കുറപ്പിക്കരുത് എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം, എല്ലാവർക്കും പണിയെടുത്താൽ അവർ അർഹതപ്പെടുന്ന അവരുടെ പൈസ കിട്ടിയിരിക്കണം എന്നുള്ളത് എനിക്കും അറിയാവുന്നതാണ്. അത് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമൊക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞാൻ കൂടുതലും ഈ പറയുന്ന പോലെ ശമ്പളം മേടിക്കുന്ന അല്ലെങ്കിൽ ആ ക്രിയേറ്റീവായിട്ടുള്ള സൈഡിലാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവര് എങ്ങനെയൊക്കെ ചിന്തിക്കും, അവർക്ക് എന്തൊക്കെ ഫീൽ ആവും എന്നുള്ളതൊക്കെ എനിക്ക് ഈസിലി ചിന്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ സൗഹൃദം മുതലെടുത്തുകൊണ്ട് ആരെക്കൊണ്ടും ശമ്പളം കുറപ്പിക്കരുത് എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സാലറി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സൗഹൃദം നമ്മൾ മുതലെടുത്തിട്ടില്ലെങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗുരു സാറിനെ പോലെ ഉള്ള ആൾക്കാർ, ഇപ്പോൾ ബേസിലാണെങ്കിലും സുരേഷ് ചേട്ടനാണെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഈ സിനിമ പരമാവധി ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് ഒരു ഡാർക്ക് ഹ്യൂമർ ഇവിടെ വന്നിട്ടില്ലാത്ത ജോണർ ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു റിസ്ക് എലമെന്റ് ഉണ്ടെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് ആരും അമിതമായിട്ടുള്ള ശമ്പളം ഞങ്ങളോട് ചോദിക്കുകയോ അങ്ങനെ ശമ്പളത്തിന്റെ പേരിൽ ഇവിടെ അങ്ങനെ ഒരു സംസാരമേ ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഒരിക്കലും ഇവരുടെ ശമ്പളം കുറപ്പിക്കരുത് എന്ന് പറയാനും കാരണം നാളെ ഇവരും പ്രൊഡ്യൂസ് ചെയ്യും, എന്നെ അഭിനയിക്കാൻ വിളിക്കും, ഇപ്പൊ ഞാൻ കുറപ്പിച്ച അപ്പൊ ഞാൻ കുറയ്ക്കേണ്ടി വരും എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. ഞാൻ ആലോചിച്ചിട്ടിരുന്നത് 25 ദിവസം എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തിട്ട് 75 ദിവസം ഷൂട്ട് ചെയ്തു. ശമ്പളം കൂടുതലൊന്നും തന്നില്ല, 25 ദിവസത്തെ ശമ്പളേ തന്നു. ഞാൻ ആലോചിച്ചിരുന്നത് നമ്മള് 40 ദിവസം എന്ന് വിചാരിച്ചിട്ട് 70 ദിവസം ഷൂട്ട് ചെയ്തു, എന്നിട്ട് ആരും ഇങ്ങോട്ടൊന്നും തന്നില്ല. അതായത് ഈ മഴയൊക്കെ വരുന്ന സമയത്ത്, അത് ഞാൻ പറയുന്നത് ഡെയിലി വേജസ് ആൾക്കാരുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറ്റ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആക്ച്വലി സ്പീക്കിംഗ് ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും ഒക്കെ പറഞ്ഞതിനേക്കാൾ ശമ്പളം കൂടുതൽ ചോദിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും അവകാശമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവർ അത്രയും ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ശമ്പളം കൂട്ടി ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് ചോദിച്ചില്ല, അത് ഞാൻ പറയാൻ ചോദിക്കാനുള്ള അത്. പക്ഷെ അവിടെയാണ് ഇവരെല്ലാവരും ഈ മഴ നോക്കിയിരുന്നത്, മഴ മാറുന്നത് നോക്കിയിരുന്നപ്പോൾ ഇവർക്കും അറിയാം ഇതങ്ങനെ എല്ലാവരും അവനവന്റെ കാര്യം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇവിടുത്തെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ കളക്ഷനേക്കാൾ മുകളിലേക്ക് പോകും. പക്ഷെ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായി പോകും. നമ്മൾ ഒരു അച്ചിൽ വാർത്ത പോലത്തെ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് പ്രോഫിറ്റ് ഇത്രയും വരും എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ മാത്രം ചെയ്യേണ്ടി വരും. അതിൽ നിന്നും മാറി എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചെറിയ രീതിയിലെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാവരുടെയും സഹകരണം അതിനകത്ത് ഭയങ്കര ആവശ്യമാണ്. ഇതിലെ കഥാപാത്രം ബേസിൽ അതുപോലത്തെ കഥാപാത്രമായിരുന്നു. ഇല്ല, ഇത് കുറച്ചുകൂടെ എക്സാജറേറ്റഡ്, അപ്പൊ കുറച്ചുകൂടെ പാടായിരുന്നു. അത് ഇച്ചിരിയോടെ കുറവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതെല്ലാം കുറച്ച് പുഷിയാണല്ലോ, ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സാജറേഷൻ്റെതായിട്ടുള്ളൊരു പ്രഷർ ഉണ്ടായിരുന്നു. ആള് ഭയങ്കര മൊത്തത്തിൽ പോലീസ് സ്റ്റേഷനൊക്കെ OLX വിൽക്കാനിട്ടിരിക്കുന്ന ഒരുത്തെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരാൾ ഇതുവരെ കണ്ടിട്ടില്ല, സിജുവിനല്ലാതെ. അപ്പൊ എനിക്കതുകൊണ്ട് അതിപ്പോ എങ്ങനെയായിരിക്കും അങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ്
അതുകൊണ്ട് അങ്ങനെ ഭയങ്കര കംഫർട്ട് സോണിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നില്ല, കുറച്ചുകൂടെ പക്ഷെ രസമായിരുന്നു ചെയ്യാൻ. ഈ പറയുന്ന നമുക്ക് എന്തും വൈൽഡായിട്ടൊക്കെ ചെയ്യാം. ഈ പറയുന്ന ആ മറ്റേ തുടക്കത്തിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ചെവിയോ ആൾക്കാരുടെ ആരവ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ കുറച്ച് വൈൽഡായിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവിടെ നല്ല കൈയടിയും ചിരികളും. നമ്മൾ സീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട്. സിജു എഴുതി വെച്ചിട്ടുള്ളതിനകത്ത് തന്നെ ഒരു ഹ്യൂമറുണ്ട്, ഓൾറെഡി ഒരു ഹ്യൂമറുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സീൻസും ഞങ്ങൾ ലൊക്കേഷനിൽ ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വേറെ യാതൊരു തരം ഈഗോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനകത്ത് ഇയാൾക്ക് ഡയലോഗ് കൂടുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ഡയലോഗ് കൂടുന്നു, അല്ലെങ്കിൽ അതിൽ അയാൾക്ക് ചിരി കിട്ടും, അങ്ങനല്ല. ഇപ്പോൾ എൻ്റെ പല സീനിലൊക്കെ തന്നെ ബേസിലും ഒക്കെ തന്നെ വന്ന് ഇൻവോൾവ് ചെയ്ത് നമുക്ക് ഈ ഡയലോഗ് പറയാം, ഇങ്ങനെ കയറ്റാം, വലത്ത് കൗണ്ടർ ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊടുക്കൽ വാങ്ങൽ സംഗതി ഞങ്ങൾ ഈ ടീമിനകത്ത് എല്ലാ സീനിലും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒക്കെ ഒരു ഗുണം നമുക്ക് ആ സിനിമയിൽ കാണുന്നുണ്ട്. അല്ല വെറുതെ എഴുതി വെച്ചത് മാത്രം ചെയ്യാനല്ല. അപ്പോൾ അതിന് സ്വാതന്ത്ര്യം ഡയറക്ടർ തന്നിട്ടുണ്ട്, റൈറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സീൻസ് ഞങ്ങൾക്ക് നല്ലപോലെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ചിരിയും കയ്യടികളൊക്കെ തന്നെ തിയേറ്ററിൽ കിട്ടുന്നുണ്ട്. സുരേഷേട്ടൻ ഒരു സീനിയർ ആക്ടറുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് താങ്കൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ സർക്കാസം എന്ന് പറയുന്നത് വലിയൊരു പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ ധൈര്യമായിട്ട് നമുക്ക് പറയാം, അത് കേൾക്കുന്ന ആളും ആ ലെവലിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു വിശ്വാസത്തിലേ. പക്ഷെ ഇന്നത്തെ ഒരു കാലത്ത് ഒന്നും ഇന്ത്യ പോലും അതെന്തായിരിക്കും ചിന്തിക്കുന്നത്, വേദനിപ്പിക്കുമോ, അയാൾ അത് തിരിച്ചെങ്ങനെയായിരിക്കും എടുക്കുന്നത് ചിന്തിച്ചിട്ടാണ് നമ്മൾ എഴുതാനായിട്ട്. ശരിക്കും ഇങ്ങനെ സബ്ജക്ട് കേട്ട സമയത്ത് എങ്ങനെ തോന്നിയിരുന്നു, ഇതെങ്ങനെ ആളുകൾ എടുക്കും, വർക്കൗട്ട് ആവുമോ, നെഗറ്റീവായിട്ട്? ഇതിനകത്തിപ്പോൾ ആരെയും വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇതിൽ ഉണ്ടായിട്ടില്ല. എവിടെയും ഒരു സ്ഥലത്ത് പോലും ഉണ്ടായിട്ടില്ല. നമ്മളങ്ങനെ ആരും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊരു എൻ്റർടൈനർ അത്രയേ ഉള്ളൂ. ഫൈറ്റിൻ്റെ ഇടയിൽ ബേസിലിന് കുറച്ച് ഇടി കിട്ടിയപ്പോഴാണ് ശരിക്കും വേദനിച്ചത് നമുക്ക്. അല്ലാതെ സിനിമയിൽ സ്ക്രിപ്റ്റിലൂടെ നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്റ്റ് അല്ലല്ലോ ഇത് ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്. എനിക്കതിൻ്റെ തുടക്കം എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഒരു ബസ് കണ്ടക്ടർ, ബസ് ഡ്രൈവറുടെ ഒരു വേഷമാണ്. എന്നെ കണ്ടിട്ട് വേറൊരാളിങ്ങനെ ഒരു ബസ് ഡ്രൈവറുടെ വേഷത്തിൽ വിളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ നടികർ എന്ന ഒരു സിനിമയിലായിരുന്നു ഞാൻ ടോവിയൊക്കെ കൂടുതൽ അടുക്കുന്ന ഒരു സമയം. ടോവിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ചിലപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ സംവിധായകനും ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അങ്ങനെയായിരിക്കും. അല്ലാതെ ഇപ്പോൾ അതായത് സുരേഷ് ചേട്ടനെ ഞാനും പേഴ്സണലി പരിചയപ്പെടുന്ന ഒരു 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. ഞങ്ങൾ പേഴ്സണലി ഒരുമിച്ച് അത്രയും സമയം ചെലവഴിച്ചിട്ടൊക്കെ. ഈ നടികറിനും കുറച്ച് മുമ്പ് നമ്മളങ്ങനെ ആണ് ഞങ്ങൾ പരിചയപ്പെട്ടതും സമയം സ്പെൻഡ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന സുരേഷ് ചേട്ടനെ അല്ല, അല്ലെങ്കിൽ സുരേഷ് ചേട്ടനെ അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പലപ്പോഴും. ഈ പറഞ്ഞ പോലെ കൺവിൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും വില്ലൻ വേഷങ്ങളിലോ ചതിക്കുന്ന ആളായിട്ടോ അങ്ങനെയൊക്കെ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നേർ വിപരീതമാണ് പുള്ളി. ശരിക്കും ഒരുമിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാളോ അങ്ങനത്തെ ആളുമല്ല. നമുക്ക് എല്ലാവർക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് സുരേഷ് ഏട്ടൻ. തങ്കക്കുടവാണെന്നാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുരേഷ് ഏട്ടനെ പറ്റി പറയുമ്പോൾ പൂക്കിയാണ്. അത് ഒരാളോട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നതെന്ന് വെച്ചാൽ അവരോട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റിവിറ്റിക്കും അവിടെ യാതൊരു സ്ഥാനവുമില്ല. ഇതുവരെ സുരേഷ് ഏട്ടൻ ആരെയെങ്കിലും പറ്റി മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നതോ ആരെയെങ്കിലും കുറ്റം പറയുന്നതോ അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു വികാരഭരിതമായിട്ട് അങ്ങനെ സംസാരിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഭയങ്കര ലൈറ്റായിട്ടും അതിൻ്റെ ഒരു ഹ്യൂമർ സൈഡിൽ വരുന്നത്. അതിപ്പോൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരുടെ കൂടെ വേണമെങ്കിലും ഇരുന്ന് ചില്ല് ചെയ്യാവുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ആളാണ് സുരേഷ് ഏട്ടൻ. പക്ഷെ ആ ഒരു സുരേഷ് ഏട്ടൻ്റെ ആ ഒരു സൈഡ് ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തത് എന്നുള്ളതാണ് ഞാൻ പുള്ളിനെ പരിചയപ്പെട്ടപ്പോൾ മുതൽ ചിന്തിച്ചിട്ടുള്ളത്. നടികർ ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും അത് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്യാരക്ടറിന് ജിക്കു എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഇറക്കിയിട്ട് വേണം അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ ജിക്കു എന്നുള്ളൊരു ക്യാരക്ടർ വന്നപ്പോൾ അതിൽ സുരേഷ് ഏട്ടൻ എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ നമുക്ക് ആർക്കും അതിനകത്ത് യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിനകത്ത് നാഗസൈനിന്ദ്രയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞിടെ തന്നെ ഒപ്പം സിനിമയിൽ നടന്ന ഇഷ്യൂസ് അറിയാമല്ലോ. അപ്പം അതിനെ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ? പെർമിഷൻ എടുക്കാതെ എങ്ങനെയാണ് അവരുടെ ശബ്ദം ഈ സിനിമയിൽ വരുന്നത്? അത് അവര് തന്നെ നമുക്ക് സിജു ചെന്ന് കഥ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അനുവാദത്തോടെ തന്നെയാണ് നമ്മൾ ഈ സിനിമയിലെ ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ളതും അതിനകത്തുള്ള ആ ശബ്ദം കേൾക്കുന്നത്. അത് അവര് തന്നെ ഡബ് ചെയ്തിരിക്കുന്നതാണ്. വളരെ അല്ലേ
അല്ല ചോദിക്കാൻ പറ്റില്ല. ഇതേ ആള് തന്നെ നേരത്തെ ഒരു പടം കണ്ടായിരുന്നോ? സത്യം പറ. ഞാൻ കണ്ടില്ല. ഇന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ട്രെയിലർ മാത്രം കണ്ടിട്ടുള്ളൂ. അല്ല ചോദിക്കാൻ കാരണം ഇതേ ആള് തന്നെ മറ്റൊരു സിനിമയിലെ ശബ്ദം ഉപയോഗിച്ച് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിച്ചു. നമ്മള് അതൊരു പ്രൊഡ്യൂസറായിട്ട് ചിന്തിക്കുമ്പോൾ എന്നുള്ളത് മാത്രമല്ല, എങ്ങനെ ചിന്തിച്ചാലും ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ശബ്ദമോ രൂപമോ ഉപയോഗിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനത്തെ പെർമിഷൻസും റൈറ്റ്സും ഒക്കെ അക്വയർ ചെയ്യേണ്ടി വന്നിരുന്നു. അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ചെയ്യുന്നത് ഒരു എത്തിക്കലി റോങ് ആയത് കാരണം കൊണ്ട്. പിന്നെ എന്താ വെച്ചാല് ഞങ്ങൾക്ക് ഇപ്പൊ സിജു ആദ്യം പറഞ്ഞ സമയത്ത് ഇത് എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ഒരു ആവശ്യമായിട്ട് ചെന്നപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നേരെ പോകും. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. നമുക്ക് അങ്ങനെ എന്താ പറയുക, ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു സൗണ്ട് കൊണ്ട് മാത്രം ആ പ്രസൻസ്, ആ ഫോട്ടോ കാണിക്കുമ്പോൾ മുതൽ പിന്നെ ആ ക്യാരക്ടർ, അതിലുണ്ടായിട്ടുള്ള ആ ഹ്യൂമർ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് സിനിമയിലും ഉണ്ട്. അത് നമുക്ക് വേറെ ആരുടെയെങ്കിലും ശബ്ദം വെച്ച് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് തന്നെയാണ് അതിന്റെ റൈറ്റ് പരിപാടി. ഇനിയും അത് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ഇനിയും പൊന്മാൻ പോലത്തെ സിനിമകളും ചെയ്യണം, അതേസമയം മരണമാസം പോലത്തെ സിനിമകളും ചെയ്യണം. അപ്പോഴാണ് അതൊന്നും അല്ലാത്ത സിനിമകളും ചെയ്യണം. അപ്പോൾ അതെല്ലാം കൂടെ ഒരു മിക്സ് ഓഫ് എല്ലാം വരുമ്പോഴാണല്ലോ നമുക്കും ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊരു മോണോട്ടോണസ് ഇതായിട്ട് മാത്രം നിൽക്കുമല്ലോ, ഒരേപോലെ തന്നെ എന്നുള്ള രീതിയിൽ നമുക്കും അത് ബോറടിക്കാൻ തുടങ്ങുമല്ലോ, കാണുന്നവർക്കും അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ശ്രമിക്കുക. അത്തരത്തിലുള്ള വെറൈറ്റീസ് വരുന്നവർക്കും കൊണ്ടുവരാനുള്ളൊരു മോട്ടിവേഷനും കൂടെ ആണല്ലോ. പൊന്മാൻ കാണുമ്പോഴാണ് അവർക്ക് ഓക്കെ ഇയാൾക്ക് ഇങ്ങനത്തെ റോളുകൾ ചെയ്യാൻ സ്കോപ്പുണ്ട്, അപ്പോൾ അങ്ങനത്തെ റോളുകൾ അവരും ആലോചിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ഗുരുവായൂരമ്പല നടയിലോ മണക്കുഴിയോ മരണമാസം എന്നൊക്കെ പറയുന്ന പോലത്തെ റോളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ നമ്മളും അത് എക്സ്പ്ലോർ ചെയ്യാൻ ഓപ്പൺ ആകുമ്പോഴാണ് അവരും ഓപ്പൺ ആവുകയുള്ളൂ, ഓഡിയൻസും അതിനനുസരിച്ചിട്ട് എക്സൈറ്റഡ് ആവുകയുള്ളൂ. അതെല്ലാം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരാനുള്ള പോസിബിലിറ്റീസ് ആണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒരു ഡയറക്ടറാണെങ്കിലും നമ്മൾ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോഴാണല്ലോ, പല രീതിയിലുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ വളരുക. അല്ലെങ്കിൽ ഒരേപോലത്തെ കംഫർട്ട് സോണിൽ തന്നെ നിന്ന് പോകുമല്ലോ. തീർച്ചയായിട്ടും രണ്ടും വേണമെന്ന് എനിക്ക് തോന്നുന്നു, എല്ലാം വേണമെന്ന് എനിക്ക്